ലോകത്ത് ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് സാഹിത്യത്തിന്റെ ഏറ്റവും അമൂല്യമായ ഉദാഹരണമാണ്. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ വാക്കുകൾ കൊണ്ട് കസർത്തുകൾ കൊണ്ട് അവരുടെ സായാഹ്ന ചന്തകളെ ചെഞ്ചായി മഞ്ചണിച്ചെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ രൂപങ്ങളുമായി വിശുദ്ധമായ ഖുർആൻ അവതരിക്കപ്പെട്ടത്. സംസ്കാര ശൂന്യരും അപരിഷ്കൃതരെന്നും ചരിത്രം മുദ്രകുത്തിയ ആ ഒരു സമൂഹം, അവരിലേക്കാണ് സദാചാരത്തിന്റെയും നന്മയുടെയും നാമ്പുകൾ തകർക്കുന്ന സാഹിത്യത്തിന്റെ വചനങ്ങൾ അവിടെ മുളപൊട്ടിയൊഴുകിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ പരിസരങ്ങളും നാം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സാ വാചാ കർമ്മണ സാഹിത്യത്തിനും കലയ്ക്കും അർഹമായ ഒരു പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, കഅബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അനുചരന്മാരായ സാഹിത്യ സമ്രാട്ടുകളെയും ഗായകന്മാരെയും അതിലേക്ക് പ്രോത്സാഹിപ്പിച്ച പ്രവാചക പ്രഭു വിശുദ്ധമായ സാഹിത്യ ഗ്രന്ഥം കൊണ്ട് ലോകത്തോട് സംവദിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ടും സാഹിത്യോത്സവ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമുക്കറിയാം, ഇവന്റ് മാനേജ്മെന്റുകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സബ്ജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങളും സംസ്ഥാന യുവജനോത്സവങ്ങളും കലയുടെയും സാഹിത്യത്തിന്റെയും പേര് പറഞ്ഞ് അപ്പീൽ പ്രളയങ്ങളുടെ പേമാല സൃഷ്ടിച്ച് കലയുടെ അന്തസത്ത തകർത്ത് കളയുമ്പോൾ ഇവിടെ അപ്പീൽ പ്രളയങ്ങളുടെ മഹാമാരികളില്ല, നോട്ടുകെട്ടുകളുടെ വിഴുപ്പലക്കലുകളില്ല. മറിച്ച് മനുഷ്യന്റെ മാനസികമായ അവസരത്തിൽ ഉതിർന്നു വരുന്ന നൈസർഗികമായ ചോദനകളാണ് ഇവിടെ പരിപോഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹം ഉച്ചരിക്കുന്ന ഒരു വര അല്ലെങ്കിൽ ഒരു വരി അല്ലെങ്കിൽ ഒരു സ്വരം, അതുതന്നെയാണ് സാഹിത്യോത്സവിന് സമൂഹത്തോട് സംവദിക്കുവാനുള്ളത്. ഇന്റർനെറ്റിൽ നാം പരതി കഴിഞ്ഞാൽ ഗൂഗിളിന്റെ സെർച്ച് ബോക്സ് നാം പരിശോധിക്കുമ്പോൾ കലയും സാഹിത്യവും എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഒരു റിസൾട്ട് സമൂഹത്തെ വളരെയേറെ മ്ലേച്ഛതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പണക്കൊഴുപ്പിന്റെ മഹാഭാവമാകുന്ന സ്കൂൾ യുവജനോത്സവത്തിന്റെ നിരൂപണ കുറിപ്പുകളാണ്. ട്വിറ്ററിലും ബ്ലോഗിലും ഫേസ്ബുക്കിലും എന്ന് തുടങ്ങി സോഷ്യൽ നെറ്റ്വർക്കുകളുടെ വിവിധങ്ങളായ താളുകൾ നാം പരിശോധിക്കുമ്പോഴും ഈ ഒരു വൈകല്യത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെയാണ് കഴിഞ്ഞ 20 വർഷത്തോളം നെഞ്ചുറപ്പോടുകൂടെ അതിലുപരി അവകാശവാദത്തോടുകൂടെ SSF എഴുന്നേറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ കാല SSFന്റെ സാഹിത്യോത്സവങ്ങൾ ഒരുപാട് എഴുത്തുകാരെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രഭാഷകന്മാരെ, എഴുത്തുകാരെ, വിവർത്തകരെ, ചിത്രകാരന്മാരെ, നേതാക്കൾ, അതിലുപരി സാംസ്കാരികമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യ ഉൽപ്പന്നങ്ങൾ സാഹിത്യോത്സവത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രകടിപ്പിക്കപ്പെടുന്ന കല, ഇവിടെ പരിപോഷിപ്പിക്കപ്പെടുന്ന സാഹിത്യം സമൂഹം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സമുദ്ധാരക ദൗത്യമാണ് നിർവഹിക്കുന്നത്. സമൂഹത്തിൽ വലിയ വടവൃക്ഷങ്ങളായി തിന്മകളും അധർമ്മങ്ങളും പടർന്ന് വലുതായി വരുമ്പോൾ പാവപ്പെട്ട മനുഷ്യവിഭാഗങ്ങൾ, നിസ്സഹായരായ നിരക്ഷരായ സമൂഹത്തെ പോലും തെറ്റുകളിലേക്ക് ആപത്തിക്കുന്ന ടെലിവിഷൻ ചാനൽ പരിപാടികൾ, റിയാലിറ്റി ഷോകൾ കുതിച്ചു പായുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് സാഹിത്യോത്സവിനെ നാം തട്ടിച്ചു നോക്കേണ്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളത്തെ ഏറ്റവും പ്രസിദ്ധനായ സാഹിത്യകാരൻ പ്രൊഫസർ സാനു സാർ ഒരു വാക്ക് പറയുകയുണ്ടായി. കലയ്ക്കും സാഹിത്യത്തിനും ഒരു ഊഷ്മളമായ ഒരു പൈതൃകം അവകാശപ്പെടാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കലയുടെയും സാഹിത്യത്തിന്റെയും പേരിൽ വിവിധങ്ങളായ തലങ്ങളിൽ സ്വച്ഛന്തം വിഹരിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം വികാസത്തിനും വിലാസത്തിനും വേണ്ടി നടക്കുന്ന സ്വയം പ്രഖ്യാപിത എഴുത്തുകാരാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു 4 വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക മലയാള ഭൂമിയിൽ ബെസ്റ്റ് സെല്ലറായി വിറ്റഴിക്കപ്പെട്ട ഒരു ഗ്രന്ഥം കേരളത്തിലെ ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയായിരുന്നു. നളിനി ജലീല എന്ന ആ ഒരു വ്യക്തിയുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫിക്ക്
സൂചനകൾക്കെതിരെയാണ് SSF വിരലുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങി നാളെ വരെ ഇവിടെ നടക്കുന്ന ഓരോ പ്രതിഭകളും തങ്ങളുടെ പ്രതിഭാസത്വം മത്സരിപ്പിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഒന്നാം സ്ഥാനം നേടുന്ന ഓരോ വിദ്യാർത്ഥിയും അങ്ങനെ കേരളത്തിന്റെ ഉത്തര കേരളത്ത് സപ്തഭാഷകളുടെ സംഗമഭൂമിയാകുന്ന കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാന സാഹിത്യോത്സവിൽ മാറ്റുരയ്ക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും അങ്ങനെ മഞ്ഞുമലകളോട് കിന്നരിക്കുന്ന മാമലകളുള്ള നീലഗിരിയും അതുപോലെ തന്നെ നാലുപാടും കടലിരമ്പം കൊണ്ട് മനോഹാരം കൊടുക്കുന്ന ലക്ഷദ്വീപിൽ നിന്നുമടക്കം 16ഓളം ജില്ലകളിൽ നിന്നുള്ള കടഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളാണ് അവിടെ മാറ്റുവെക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ സംസ്ഥാന കലാമേളകളുടെ സംസ്ഥാന സാഹിത്യമേളകളുടെ സംഘാടകർ പോലും അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. SSFന്റെ സാഹിത്യോത്സവന് യാതൊരു ഇവന്റ് മാനേജ്മെന്റിന്റെയും സംഘാടന മികവില്ല. ഓരോ യൂണിറ്റ് മുതൽ ഓരോ സെക്ടർ മുതൽ SSFന്റെ സംഘാടകർ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. വരയാൻ കഴിയുന്നവൻ പോസ്റ്റർ വരയ്ക്കുകയാണ്. ധനസമാഹരണത്തിന് കഴിയുന്നവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വേണ്ട വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കവലകളിൽ പ്രസംഗിച്ചും നാട്ടുകൂട്ടങ്ങളിൽ ഉയർത്തുപാട്ടുപാടിയും കലയുടെയും സാഹിത്യത്തിന്റെയും നല്ല വശങ്ങളിലേക്ക് ഓരോ ജനസമൂഹത്തെയും ക്ഷണിച്ചുകൊണ്ട് കുറച്ചാളുകൾ പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റു ചിലർ അതിഥികളെ ക്ഷണിച്ചുകൊണ്ട് നേതൃലാവണ്യത്തിന്റെ പരിശീലനം നേടുമ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ സാഹിത്യോത്സവ് 2 പതിറ്റാണ്ടിന്റെ മുകളിലേക്ക് ജയിച്ചു കയറുകയാണ്. കഴിഞ്ഞകാല സാഹിത്യോത്സവം ഓരോരിടത്ത് നാം പരിശോധിച്ചു നോക്കുമ്പോ സാഹിത്യോത്സവിന്റെ വേദികളെ സമ്പന്നമാക്കിയ സമകാലിക കേരളത്തിന്റെ നേതാക്കന്മാർ ഞാൻ ഓർത്തുപോവുകയാണ്. 2007 തൃശൂർ ജില്ലയിലെ മമ്പയിൽ മമ്പവൻപുരയിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവം. ആ സാഹിത്യോത്സവിന്റെ സദസ്സ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാകുന്ന തൃശൂർ ജില്ലയുടെ അഭിമാനം വാക്കുകളുടെ കടലിരമ്പം അന്തരിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് മാഷായിരുന്നു. അദ്ദേഹം അവിടെ നിന്നൊരു വാക്ക് പറയുന്നത് ഞാൻ ഓർത്തെടുക്കുകയാണ്.